PSC ബുള്ളറ്റിനിലെ പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ള 150 MCQസിൽ നിന്നും ആദ്യത്തെ 50 എണ്ണമാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വയ്ക്കുന്ന വിറ്റാമിനുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? വിറ്റാമിൻ A, D, K. ഇതിന്റെ കോഡ് നമുക്കറിയാം, ഇടയ്ക്കാണ് സംഭരിച്ചു വയ്ക്കുന്നതാണ് പറയുന്നത്. ചുവടെ പറയുന്ന പർവ്വതങ്ങളെ ഉയരം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ശരിയായി ക്രമീകരിക്കുക. മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് K2, കാഞ്ചൻജംഗ, നന്ദാദേവി. ഏറ്റവും ഉയരം കൂടിയതാണ് മൗണ്ട് എവറസ്റ്റ്. രണ്ടാമത്തേത് മൗണ്ട് K2. K2വിൽ തന്നെ 2 എന്നുണ്ട്, അപ്പോൾ മൗണ്ട് K2 രണ്ടാമത്തേതാണ്. കാഞ്ചൻജംഗ മൂന്നാമത്തേതും നന്ദാദേവി നാലാമത്തേതുമാണ്. ഖൈബർ ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഖൈബറും ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുക്കുഷ് പർവ്വത നിരകളാണെന്ന് മനസ്സിലാക്കാം. ഖൈബർ ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുക്കുഷ് പർവ്വത നിരകളിലാണ്. ഇത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമായി ഖൈബർ ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്നു. ഇത് ഹിന്ദുക്കുഷ് പർവ്വത നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആന്ധ്രാപ്രദേശ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. ചുവടെ പറയുന്ന നദികൾ, അവയുടെ വിശേഷണങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ദക്ഷിണ ഗംഗ കാവേരി, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി, അർദ്ധഗംഗ കൃഷ്ണ, ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ദക്ഷിണ ഗംഗ കാവേരി, വൃദ്ധഗംഗ ഗോദാവരി, അർദ്ധഗംഗ കൃഷ്ണ, ചുവന്ന നദി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദി വിവിധ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ആയത് ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ദിഹാങ് അരുണാചൽ പ്രദേശ്, സാങ്പോ ടിബറ്റ്, ജമുന ബംഗ്ലാദേശ്, ദിബാങ് ആസാം. ദിഹാങ് അരുണാചൽ പ്രദേശ്, സാങ്പോ ടിബറ്റ്, ജമുന ബംഗ്ലാദേശ്, ദിബാങ് ആസാം. ഉഷ്ണകാലത്ത് വീശുന്ന പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങൾ, ലോക്കൽ വിൻഡ്സ്, പ്രദേശങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ലൂ ഉത്തർപ്രദേശ്, നോർവെസ്റ്റർ പഞ്ചാബ്, കാൽബൈശാഖി പശ്ചിമ ബംഗാൾ, മാംഗോ ഷവർ കേരളം, കർണാടക. ലൂ ഉത്തർപ്രദേശിലെ പ്രാദേശിക വാദമാണ്. നോർവെസ്റ്റർ പഞ്ചാബിലെ പ്രാദേശിക വാദമാണ്. കാൽബൈശാഖി പശ്ചിമ ബംഗാൾ, മാംഗോ ഷവർ കേരളം, കർണാടക ഇവിടങ്ങളിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ്. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ശരിയായത് നോക്കാം. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിട്രിച്ച് ബ്രാൻഡിസ്. ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുപ്പൂർ, കോയമ്പത്തൂരാണ്. ഇന്ത്യയിലെ പ്രധാന കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക.
ബുക്സ പശ്ചിമ ബംഗാൾ, സരിസ്ക രാജസ്ഥാൻ, സിംലിപാൽ അരുണാചൽ പ്രദേശ്, പാക്കുയി ഒഡീഷ. ബുക്സ പശ്ചിമ ബംഗാൾ, സരിസ്ക രാജസ്ഥാൻ, സിംലിപാൽ അരുണാചൽ പ്രദേശ്, പാക്കുയി ഒഡീഷ. ഇന്ത്യയിൽ ക്രോമൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഒഡീഷയാണ് ഇന്ത്യയിൽ ക്രോമൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ബൊക്കാറോ ജാർഖണ്ഡ്, ഭിലായ് ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്, ഭിലായ് ഛത്തീസ്ഗഡിലാണ്, റൂർക്കേല ഒഡീഷ, ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന നോക്കാം. ONGC സ്ഥാപിതമായത് 1956 ONGC സ്ഥാപിതമായത്. NTPC നിലവിൽ വന്നത് 1975 NTPC നിലവിൽ വന്നത്. ONGCയുടെ ആസ്ഥാനം ഡെറാഡൂണിലാണ്. ONGCയുടെ ആസ്ഥാനം ഡെറാഡൂണിലാണ്. ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. NTPCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. NTPCയുടെ ആസ്ഥാനം മുംബൈ എന്നത് തെറ്റായി തന്നതാണ്. NTPCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ONGC സ്ഥാപിതമായത് 1956 NTPC നിലവിൽ വന്നത് 1975. ONGCയുടെ ആസ്ഥാനം ഡെറാഡൂണിലാണ്. NTPCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലുമാണ്. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1, 2, 3 ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയിൽ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് കൊല്ലം. കൊല്ലം കുറവ് കടൽ തീരമുള്ള ജില്ലയാണ്. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനകൾ നോക്കാം. കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം. യക്ഷഗാനം കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപമാണ്. മലബാർ ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. മലബാർ ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചായ മുഴുപ്പിലങ്ങാടി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ബാവലി നദിക്കടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം. മലബാർ ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചായ മുഴുപ്പിലങ്ങാടി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ചുവടെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ കാണാൻ കഴിയാത്തത്? പക്ഷിപ്പാതാളമാണ് പാലക്കാട് ജില്ലയിൽ കാണാൻ കഴിയാത്തത്. പാലക്കാട് ജില്ലയിലുള്ള സ്ഥലങ്ങളാണ് ധോണി വെള്ളച്ചാട്ടം, കുഞ്ചൻ സ്മാരകം, നെല്ലിയാമ്പതി. ധോണി വെള്ളച്ചാട്ടം, കുഞ്ചൻ സ്മാരകം, നെല്ലിയാമ്പതി ഇവ പാലക്കാട് ജില്ലയിലാണ്. പക്ഷിപ്പാതാളം കേരളത്തിലെ വയനാട് ജില്ലയിലെ പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരളത്തിൽ കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടമാണ് കൊല്ലം ജില്ലയിൽ ഉൾപ്പെടാത്തത്. കൊല്ലം ജില്ലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നോക്കാം. പാലരുവി വെള്ളച്ചാട്ടം, ജഡായു നേച്ചർ പാർക്ക്, ശെന്തുരുണി വന്യജീവി സങ്കേതം ഇവ കൊല്ലം ജില്ലയിലാണ്. പാലരുവി വെള്ളച്ചാട്ടം, ജഡായു നേച്ചർ പാർക്ക്, ശെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്.
പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട. കേരളത്തിൽ വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരളത്തിൽ വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തിരുനക്കര ക്ഷേത്രം. വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് തിരുനെല്ലി ക്ഷേത്രം, മീൻമുട്ടി വെള്ളച്ചാട്ടം, ഇടയ്ക്കൽ ഗുഹ ഇവ വയനാട് ജില്ലയിലാണ്. തിരുനെല്ലി ക്ഷേത്രം, മീൻമുട്ടി വെള്ളച്ചാട്ടം, ഇടയ്ക്കൽ ഗുഹ ഇവ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുനക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലാണ് തിരുനക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യാപ്പള്ളം. ആര്യാപ്പള്ളമാണ് കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ്. വ്യക്തിയെ തിരിച്ചറിയുക. ഉപ്പു സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തിചാർജിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട നവോത്ഥാന നായകൻ. രണ്ടാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയ വ്യക്തി ആരാണ്? ഗുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. ഉപ്പു സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തിചാർജിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട നവോത്ഥാന നായകനാണ്. രണ്ടാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയ വ്യക്തി ഗുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. അടുത്തതും വ്യക്തിയെ തിരിച്ചറിയുക എന്ന ക്വസ്റ്റ്യൻ ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ച നേതാവ് ആരാണ്? AKG ആണ്. AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ച നേതാവാണ് AKG. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. കോൾമാക്സിന്റെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് കോൾമാക്സിന്റെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ ഏതാണ് ശ്രീനാരായണ ഗുരുവിന്റെ രചനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത്? മോക്ഷപ്രദീപം. ശ്രീനാരായണ ഗുരുവിന്റെ രചനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് ദൈവദശകം, ശിവശതകം, ദർശനമാല. മോക്ഷപ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടേതാണ് മോക്ഷപ്രദീപം. അടുത്ത ക്വസ്റ്റ്യൻ. കേരള നവോത്ഥാനത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ വാഗ്ഭടാനന്ദനെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ശരിയായിട്ടുള്ളത് നോക്കാം. ബാലഗുരു എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകനാണ്. ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകനാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സഹകരണ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചതും വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സഹകരണ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചതും വാഗ്ഭടാനന്ദനാണ്. പന്തിഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. 1917. PSC നടത്തിയ ഒരു എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പന്തിഭോജനത്തിന്റെ വർഷം ചോദിച്ചിരുന്നു. 1917 സഹോദരൻ അയ്യപ്പൻ. വ്യക്തിയെ തിരിച്ചറിയുക. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ. നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ. കണ്ണൂർ ആസ്ഥാനമായി ജാതിനാശിനി സഭ രൂപീകരിച്ചു. ആനന്ദതീർത്ഥൻ. ആനന്ദതീർത്ഥനാണ് മാനവ സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ. നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകനും ആനന്ദതീർത്ഥനാണ്. കണ്ണൂർ ആസ്ഥാനമായി ജാതിനാശിനി സഭ രൂപീകരിച്ചു. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തി. കൊച്ചി മന്ത്രിസഭയിലും തിരുകൊച്ചി മന്ത്രിസഭയിലും
അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്, യുക്തിവാദി പത്രത്തിന്റെ സ്ഥാപക എഡിറ്റർ. 1938 സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു. സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം കുറിച്ചത്. വിദ്യാപോഷിണി, സഹോദരൻ അയ്യപ്പൻ. കൊച്ചി മന്ത്രിസഭയിലും തിരുകൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി പത്രത്തിന്റെ സ്ഥാപക എഡിറ്ററാണ്. 1938 സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു. അദ്വൈത ദർശനം ആവിഷ്കരിച്ച ശ്രീ ശങ്കരാചാര്യർ സമാധിയായ സ്ഥലം ഏതാണ്? കേദാർനാഥ്. കേദാർനാഥാണ് അദ്വൈത ദർശനം ആവിഷ്കരിച്ച ശ്രീ ശങ്കരാചാര്യർ സമാധിയായ സ്ഥലം. കേദാർനാഥ്. കേരളത്തിലെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ സഞ്ചാരി. കേരളത്തിനെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ സഞ്ചാരിയാണ് അൽബറൂണി. അൽബറൂണിയാണ് കേരളത്തിനെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ സഞ്ചാരി. സെന്റ് തോമസ് കോട്ട എന്നറിയപ്പെടുന്നത് തങ്കശ്ശേരി കോട്ട. തങ്കശ്ശേരി കോട്ടയാണ് സെന്റ് തോമസ് കോട്ട എന്നറിയപ്പെടുന്നത്. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി. സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് ശുചീന്ദ്രൻ കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായി കണക്കാക്കുന്നു. ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം 1721. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി രാമൻ നമ്പി. രാമൻ നമ്പിയാണ് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പനാണ്. K. കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഖാബർ ഖാനാണ്. ഖാൻ അബ്ദുൽ ഖാബർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ പാലക്കാട്ട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യറാണ് കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ഏതാണ്? അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം. തളിക്ഷേത്ര പ്രക്ഷോഭമാണ് അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. ബ്രിട്ടീഷുകാർക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ചുവടെ പറയുന്നവയിൽ ആരാണ്? പഴശ്ശിരാജ, താന്തിയ തോപ്പി എന്നിവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അഥവാ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത്. മാഹി വിമോചന സമരത്തിൽ വർഷം 1948. മാഹി വിമോചന സമരം 1948 പങ്കെടുത്ത സംഘടന ചുവടെ പറയുന്നവയിൽ ഏതാണ്? മഹാജനസഭ. മഹാജനസഭയാണ് മാഹി വിമോചന സമരത്തിൽ 1948 പങ്കെടുത്ത സംഘടന. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഏത് ജില്ലയിലാണ്? നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമി.
കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവന നോക്കാം. പുറക്കാട് കടപ്പുറ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ചേറായി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. പുറക്കാട് കടപ്പുറ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ചേറായി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവന നോക്കാം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978 1978 വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് ഏതെന്ന് കണ്ടെത്തുക. ശരിയായവ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് 1895 സ്ഥാപിതമായ മുല്ലപ്പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് 1895 സ്ഥാപിതമായ മുല്ലപ്പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കൊല്ലം ജില്ലയിലെ കല്ലട ജലസേചന പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കൊല്ലം ജില്ലയിലെ കല്ലട ജലസേചന പദ്ധതി. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ലയാണ് പാലക്കാട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? കാനഡ. കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം. ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത്. ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത്. കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായ വർഷം. കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായ വർഷം 1999. 1999 കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായത്. ചുവടെ പറയുന്ന സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. സിഡ്കോ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സിഡ്കോ തിരുവനന്തപുരം. മലബാർ സിമന്റ്സ് വാളയാർ പാലക്കാട്. മലബാർ സിമന്റ്സ് വാളയാർ പാലക്കാട്. ഇൻഫോ പാർക്ക് കാക്കനാട് എറണാകുളം. ഇൻഫോ പാർക്ക് കാക്കനാട് എറണാകുളം. കാപ്പെക്സ് കൊല്ലം. കാപ്പെക്സ് കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം കേരള മന്ത്രിസഭയിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ വിവരങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ആയത് ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഡോക്ടർ MR മേനോൻ ആരോഗ്യം. KC ജോർജ് ഭക്ഷ്യം വനം. C അച്യുത മേനോൻ ധനകാര്യം. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ ഭരണം. ഡോക്ടർ MR മേനോൻ ആരോഗ്യം. KC ജോർജ് ഭക്ഷ്യം വനം. C അച്യുത മേനോൻ ധനകാര്യം. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ ഭരണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.